ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലക്ഷ്മി ഡേ ലൈഫ്. അപ്പൊ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു സ്ഥലം വരെ പോവാണ്. അതായത് ഞാനിത് ടൈംസിൽ ഒരു ന്യൂസ് കണ്ടു. അതായത് ജർമ്മനിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാർക്കറ്റ് ജർമ്മനിയിലെ കൊളോൺ എന്ന് പറയുന്ന പ്ലേസിൽ ഉള്ളതാണെന്ന്. അതായത് കൊളോൺ എന്ന് പറയുന്ന പ്ലേസിലല്ല, ആക്ച്വലി അത് അവിടുത്തെ കത്തീഡ്രലിന്റെ അടുത്തുള്ള ഒരു മാർക്കറ്റ് ആണെന്നാണ് അവർ പറയുന്നത്. ജർമ്മനിയിലെ മാർക്കറ്റ്സ് ഒക്കെ ഭയങ്കര കോമൺ ആണ് ആക്ച്വലി, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇത്തവണ ജർമ്മനിയിൽ മാത്രമല്ല, യൂറോപ്പിലെ തന്നെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഈ മാർക്കറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തായാലും എന്റെ വീടിന്റെ ഇവിടെ നിന്ന് 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും അത് പോയി കാണണ്ടേ, അല്ലെങ്കിൽ പോയി ഒന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാൻ ആലോചിച്ചു അവർ പറയുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോകാമെന്ന് കരുതി. അപ്പോൾ ഞാനിപ്പം മാർക്കറ്റ് കാണാൻ പോവുകയാണ്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കിയാലോ. അപ്പം നിങ്ങളും കൂടെ പറ കൊമന്റ്സിൽ, ഈ മാർക്കറ്റ് നല്ലതാണോ, ഇവർ ഈ പറയുന്നതിനകത്ത് വല്ല കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ കൊളോൺ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ തിരക്ക് താഴോട്ട് ആ മാർക്കറ്റിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാനിവിടെ സൈഡിലേക്ക് എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട്. ഞാനിപ്പോൾ കത്തീഡ്രലിന് അവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. മാർക്കറ്റിന് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും തിരക്ക് കൂടി വരികയാണ്. ആ മാർക്കറ്റിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ബൊളീവിയാന്ന് തോന്നുന്നു. അവരെന്തോ പ്രെയറൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മേ ബി ക്രിസ്മസ് ആയതുകൊണ്ടോ അതിൻ്റെ തുടക്കമൊക്കെ ആയതുകൊണ്ടോ എന്തെങ്കിലും ആയിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെ ഞാൻ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരെ കണ്ടോ? ഇതെല്ലാം അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എനിക്കറിയില്ല എങ്ങനെ കയറണമെന്ന്. അങ്ങനെ ഒരു കണക്കിൽ ഞാൻ ക്യൂ നിന്ന് ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഉള്ളിൽ കയറിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും പ്രത്യേകിച്ച് എടുക്കാൻ പറ്റുന്നില്ല. തിക്കിത്തിരക്കി നിൽക്കുകയാണ്. അതുപോലെ ഈ ഫുഡ് വിൽക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ആൾക്കാരാണ്. ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കുട്ടികളൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നു. അതെന്തോ പേ ചെയ്യണമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അവിടെ എന്തോ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടും. എനിക്കെടുക്കണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഇത് കണ്ടോ? ഇതൊരു മോൾഡാണ്. നമ്മൾ അച്ചപ്പൊക്കെ ഉണ്ടാക്കുന്ന അച്ചു പോലെ നമുക്ക് കുക്കീസ് ഇത് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പല ഷേപ്പിൽ നമുക്ക് കുക്കീസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ മോൾഡാണ്, പല ഡിഫറെൻറ്റ് ഷേപ്സിൽ. പിന്നെ ഇത് ഹണിയാണ്. ഇവിടെ ജർമ്മനിയിൽ കുറേ ടൈപ്പ് ഓഫ് ഹണി കിട്ടും. ഹണിയുടെ ഷോപ്പാണ്. ഇവിടെ ഹണി മാത്രമല്ല, കുക്കീസും ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഭയങ്കര ക്യൂട്ട് ആൻഡ് എന്താ പറയുക, നല്ല രസമുള്ള കുറേ എന്താ പറയുന്നത് ക്രാഫ്റ്റ് കണ്ടു. ഈ വൂളൻ ത്രെഡ് വെച്ച് ചെയ്തേക്കുന്ന കുറേ സ്കാർഫ്, ടവൽസ്, ടോയ്സ്, ക്യാപ്സ്, കവേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ. ഭയങ്കര ക്യൂട്ട്, ഭയങ്കര കളർഫുള്ളും ആയിരുന്നു എല്ലാം. അവിടെ ആംഗ്രി ബേർഡിനെയൊക്കെ കണ്ടില്ലേ? ആംഗ്രി ബേർഡ് ഉണ്ട്, ഹെന്നുണ്ട്, ക്രിസ്മസ് പപ്പയുണ്ട്. എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ഇവിടെ കുക്കീസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവരെന്നെ തെള്ളിക്കൊണ്ടിരിക്കുകയാണ് പുറകിലുള്ള ആൾക്കാർ. അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സെയിൽസ് വുമൺ ആണെന്ന് തോന്നുന്നു. അവരിങ്ങനെ അവരുടെ ബ്രഷസ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര എന്താ പറയുക ഡാൻസൊക്കെ ചെയ്ത് സന്തോഷത്തോടെ അവർ മാർക്കറ്റ് ചെയ്യുവാണ്. അവരുടെ വർക്ക് അവരെന്താ ആസ്വദിച്ചാണല്ലേ ചെയ്യുന്നത്. നല്ല രസമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വേറൊരു ടോയ് ഷോപ്പ് കണ്ടു. അതും വുളൻ തന്നെയാണ്, പക്ഷെ ആട്ടിൻകുട്ടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് കറുത്ത ആട്ടിൻകുട്ടിയുണ്ട്, വെളുത്ത ആട്ടിൻകുട്ടിയുണ്ട്, വേറെ കളേഴ്സ് ഒന്നുമില്ല, ആട്ടിൻകുട്ടി മാത്രം. പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്. പക്ഷെ സൈഡിൽ എനിക്കൊന്ന് കുറച്ച് പില്ലോസും ഇരിപ്പുണ്ട്. ഭയങ്കര ക്യൂട്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് എന്താ പറയുക തുർക്കിഷ് സ്വീറ്റ്സ് വിൽക്കുന്ന ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ ദുബായ് ചോക്ലേറ്റ്സും വിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടോ എന്നെ സെയിൽസ്മാൻ പോസ്റ്റ് ചെയ്തത്? ഇതൊരു ജർമ്മനിയുടെ ഒരു സ്വീറ്റാണ്. ഇത് ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ റബ്ബർ പോലിരിക്കും. എനിക്കത്ര വലിയ താല്പര്യമില്ല.
നമ്മൾ അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് നീങ്ങി വന്നു. കുക്കീസിൻ്റെ ഷോപ്സ് കുറേ ഉണ്ട്, കുക്കീസ് മാത്രമായിട്ടുള്ള. ഇത് കണ്ടോ, പഴയ CD അതിലിങ്ങനെ ഓരോ ക്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് എന്നിട്ട് ക്ലോക്കാക്കി അവരത് വിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേനും ഗ്ലൂ വൈൻ കുടിക്കാമെന്ന് കരുതിയതാണ്. പക്ഷെ അവിടെ ഫുള്ള് തിരക്കായി, ക്യൂ ആണ്. അങ്ങ് മുന്നിൽ ചെല്ലുമ്പോഴത്തേനും ഒരു ദിവസം കഴിയാം, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നൊന്നും ബാക്കിയൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഈ പള്ളിപ്പെരുന്നാളും ഉത്സവമൊക്കെ നടക്കുമ്പോൾ വളക്കച്ചവടമൊക്കെ വളരെ കോമൺ ആണ്. എന്ന് പറയുന്നവർ ഇവിടെ കുറേ ആൻറ്റി ടാർണിഷ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഉള്ള ഷോപ്സ് ഉണ്ടായിരുന്നു. അത് കുറേ ഷോപ്സ് ഉണ്ട്, ഇതുപോലെ തന്നെ കുറേ എണ്ണങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണിത്. അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള സിമ്പിൾ ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ചോക്ലേറ്റ്സ്, എന്താ പറയുന്നത്, ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഫുഡ് തപ്പി മുന്നോട്ട് വന്നപ്പോൾ കണ്ടതാണ്, ഇതായിരുന്നു സെൻറ്റർ, മാർക്കറ്റിൻ്റെ സെൻറ്റർ ഇതാണ്. അവിടെ നല്ല ലൈറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുവാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നിൽ ചെന്നപ്പോൾ കണ്ടൊരു സ്റ്റാറിൻ്റെ ഷോപ്പാണ്. ഇത് മാത്രം ഞാൻ അവിടെ സ്റ്റാർസിൻ്റെ ഷോപ്പ് കണ്ടുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുള്ള സിമ്പിൾ സ്റ്റാർസാണ്. കുറേ കൂടുതൽ അലങ്കാരമൊന്നുമില്ല, പക്ഷേ ഇതൊക്കെ ഭയങ്കര യുണീക്കായിട്ടുള്ള പീസ് പോലെ തോന്നി. അതുപോലെ തന്നെ ഇത് നമ്മുടെ ജർമ്മനിയിലെ ആർക്കിടെക്ചേഴ്സ് ഇങ്ങനെയൊക്കെയാണ്. അതായത് ഉൾഗ്രാമത്തിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ ബിൽഡിങ്സ് ഒക്കെ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ ക്രാഫ്റ്റാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്, ജർമ്മൻ ആർക്കിടെക്ചറിൻ്റെ. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കുറച്ച് ദൂരെ നിന്ന് ഫോട്ടോ എടുത്ത ഒരു ജർമ്മൻ വില്ലേജിൻ്റെ ഫോട്ടോ എടുത്ത പോലെ നമുക്ക് തോന്നും. പിന്നെ ഇവിടെ സെൻറ്ററിൽ തന്നെ ഒരു സ്റ്റേജൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിരിക്കും. പക്ഷേ എന്തോ പ്രോഗ്രാം നടക്കാൻ പോവായിരുന്നു, പക്ഷെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുന്നോട്ട് പോയി. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ വിശന്ന് വലഞ്ഞ് ഞാൻ പിന്നെ ഒരു കറി ബൂസ്റ്റിൻ്റെ ഷോപ്പിലെത്തി. ഇവിടെ നമ്മുടെ നാട്ടിൽ ബജ്ജി, ഉഴുന്നുവട എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടുത്തെ ജർമ്മൻസിന് ഈ കറി ബൂസ്റ്റും ഒക്കെ. അപ്പം ഞാനൊരു ബ്രാഡ് ബൂസ്റ്റും ഒരു കറി ബൂസ്റ്റും ആയിരുന്നു വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിശന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് വരികയാണ്. വന്നപ്പോൾ എന്താ പറയുന്നത്, കുറച്ച് തിരക്കില്ലാത്തൊരു സ്ഥലത്താണ് വന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ക്ലോത്ത്സിൻ്റെയും ഈ വൂളൻ ക്ലോത്ത്സിൻ്റെയും ജ്വല്ലറിയുടെയും ഒക്കെ ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ചെറിയ ഫുഡ് പരീക്ഷിച്ചു, പക്ഷെ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി, ഒന്നിനും കൊള്ളില്ലായിരുന്നു. പ്രതീക്ഷ പോലല്ല, ഭയങ്കര തിരക്കാ. എന്നാലും മാക്സിമം ഞാൻ കാണിക്കാൻ നോക്കാം. ഭയങ്കര തിരക്കാ, അതും ഭയങ്കര തണുപ്പും കൂടാണ്. നമ്മൾ മാർക്കറ്റിന് പുറത്തിറങ്ങിയത് പോലും അറിഞ്ഞില്ല. അവിടെ നിന്ന് 2-3 മിനിറ്റ് നടന്നപ്പോൾ വേറൊരു മാർക്കറ്റ് കണ്ടു. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ എൻട്രൻസ് ഒക്കെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അവിടെ കുറേ റൈഡിങ് ഓപ്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ കൂടുതലും അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവിടെ പ്രിൻസസ് ഹെയർ സ്റ്റൈലൊക്കെ ഓരോരുത്തർ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം കാണുക. പിന്നെ എന്താ പറയുക, ആൻറ്റിക് ഷോപ്പ്. പക്ഷേ ഈ ആൻറ്റിക് ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ന്യൂസ് പേപ്പേഴ്സ് 1975 വേൾഡ് വാർ ടൈമിലെയൊക്കെ ന്യൂസ് പേപ്പേഴ്സ് ആയിരുന്നു. അതായത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ന്യൂസ് പേപ്പേഴ്സ് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ 10-50 കൊല്ലം കഴിയുമ്പോൾ അതും ആൻറ്റിക് ആകും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കണ്ടതാണ് ഒരു ബസ്സിനകത്ത് VR ഗ്ലാസ് വെച്ചിട്ട് എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഇത് കണ്ടോ, ഒരു നോഗാട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്ന ഷോപ്പായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കപ്പലണ്ടി കൊടുക്കുന്ന പോലെ ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. അതുപോലെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. എനിക്കെങ്ങും നിന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ മാർക്കറ്റിന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങി കുറേ നേരം അവിടെ പള്ളിയുടെ അവിടെയൊക്കെ നിന്നു. എന്നിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതി. അയ്യോ, അങ്ങനെ കൊളോണിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു. ക്രിസ്മസ് മാർക്കറ്റൊക്കെ കണ്ട് ഒട്ടും വയ്യ, നല്ല ടയേർഡാണ്. ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ബിക്കോസ് ഭയങ്കര തിരക്കായിരുന്നു. സൂചി കൊത്താൻ ഇടയില്ല എന്ന് പറയില്ല, അത്തായിരുന്നു അവസ്ഥ. അവിടുന്ന് ട്രെയിനിൽ കയറി കൊളോൺ എത്തുന്നിടം വരെ അത് തന്നെയായിരുന്നു അവസ്ഥ. അവിടെ ചെന്ന് കഴിഞ്ഞ് മാർക്കറ്റിൽ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇത്തവണ കണ്ടതിലൊരു ഡിഫറൻസ് തോന്നിയെന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ആണ്,
പക്ഷെ അത് ഈ പറയുന്ന പോലെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റും. നമുക്കത് ക്യാമറയിൽ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിങ്ങുന്ന, നമുക്കൊരു പ്ലേസിൽ നിൽക്കാൻ പറ്റില്ല, അവരിങ്ങനെ നമ്മളെ തെള്ളിക്കൊണ്ടേ ഇരിക്കുവാണ്. സോ അതൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഷോപ്സും സ്റ്റോൾസും ഒക്കെ കഴിഞ്ഞ വർഷത്തേനെക്കാളും, അതായത് അവിടെ കൊളോണിലുള്ള മാർക്കറ്റ്സിനെക്കാളും ഒക്കെ കുറച്ചുകൂടെ ഉണ്ട്. അതായത് ഡോമിന്റെ അവിടുത്തെ കൊളോൺ കത്തീഡ്രലിന്റെ അവിടുത്തെ മാർക്കറ്റിൽ ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത പോലെ ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന മാർക്കറ്റിൽ കുറേ എന്താ പറയുന്ന ഷോപ്സ് ഉണ്ട്, കുറേ കാണാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 2-3 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അടുത്ത ക്രിസ്മസ് മാർക്കറ്റ് ആണ്. അപ്പൊ അവിടെ പോകുന്ന ആൾക്കാർ, അതായത് ജർമ്മനിയിൽ ഇവിടെ നിയർ ആയിട്ടുള്ള ആൾക്കാർ പോകുവാണെങ്കിൽ മാക്സിമം ഈ അടുത്തുള്ള 2 മാർക്കറ്റ്സ് കൂടെ കാണാൻ ശ്രമിക്കുക. കാരണം അതും അവിടെയും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. എന്താ പറയുക, അവിടെ കമ്പാരിറ്റീവ്ലി കുറച്ച് തിരക്ക് കുറവാണ്, എന്നാലും ഭയങ്കര തിരക്കാണ്, നിന്ന് തിരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അതിന്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളാണ്. അതുകൊണ്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നതും ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസം ഉണ്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു, അതാണ്. പിന്നെ അവിടെ കാണാൻ പോകുന്ന ആൾക്കാര് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വാലറ്റ്സ്, ബിലോങ്ങിങ്സ് ഒക്കെ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. കാരണം കൊണ്ടുപോയാൽ അറിയുക പോലും ഇല്ല. ഞാൻ എന്റെ ബാഗ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു, ബിക്കോസ് എനിക്ക് പേടിയായിരുന്നു, അത്ര കൊണ്ടുപോയാൽ അറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു നടന്നത്. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾ ഭംഗി ആസ്വദിക്കുന്നതിനിടയ്ക്ക് നിങ്ങളുടെ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. അപ്പോൾ ഞാൻ പോയി ഉറങ്ങട്ടെ. ബൈ.